അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മളൊരു പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ, കാത്തിരിക്കുന്നവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ബറക്കത്തും സന്തോഷവും സമാധാനവും അല്ലാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. എല്ലാ പ്രഭാതത്തിലും കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്നൊരൊറ്റ നിയത്തോടെയാണ് ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബദരി എന്ന ഈ മജ്ലിസിൽ നാം എല്ലാ ദിവസവും ഒരുമിച്ച് കൂടുന്നത്. അല്ലേ? അള്ളാഹു സ്വീകരിക്കട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പകർത്താൻ വലിയ തൗഫീഖ് അല്ലാഹു നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരത്ഭുതത്തിന്റെ പ്രാർത്ഥനയാണ്. ഇത് ചൊല്ലി തുടങ്ങുമ്പോൾ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയ, ഇത് ചൊല്ലിയവരൊക്കെയും അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അത് ഉറപ്പെന്ന് സമ്മതിച്ച ഒരത്ഭുതത്തിന്റെ ദിക്റാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. നമുക്കറിയാം, ജീവിതം എന്നൊരു വലിയൊരു കപ്പലാണ്, ഒരു തോണിയാണ്. അങ്ങനെ തുഴഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, വലിയ തിരമാലകൾ വരാം, ഒഴുക്ക് വരാം, കാറ്റ് വരാം, അങ്ങനെ പലതും വരാം. അതുപോലെയാണ് ജീവിതം. ജീവിതത്തിൽ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ രോഗങ്ങൾ വരാം, ബുദ്ധിമുട്ട് വരാം, പ്രയാസങ്ങൾ വരാം, കടങ്ങൾ വരാം, കുറ്റപ്പെടുത്തലുകൾ വരാം, കളിയാക്കലുകൾ വരാം, പരിഹാസങ്ങൾ വരാം. ആരൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുമെന്ന് കരുതിയോ അവരൊക്കെ നമ്മളെ ആട്ടി അകറ്റുന്നത് കാണാം. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ നമ്മളെ സഹായിക്കുന്നതായി കാണാം. അങ്ങനെ തുടങ്ങിയ ഒരു അത്ഭുതങ്ങളുടെ പ്രതിഭാസ സംഗമ വേദിയാണ് നമ്മുടെ ജീവിതം എന്നുള്ളത്. അല്ലെ? എപ്പോഴും ഒരാൾക്ക് സന്തോഷം ഉണ്ടാവില്ല. എപ്പോഴും ഒരാൾക്ക് സങ്കടവും ഉണ്ടാവില്ല. ഇന്ന മഅൽ ഉസ്രി യുസ്റ. ഒരാൾക്ക് സങ്കടം ഉണ്ടോ സന്തോഷം ഉണ്ടാവും, സന്തോഷം ഉണ്ടോ സങ്കടം ഉണ്ടോ. ജീവിതം അങ്ങനെയാണ്. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ ഏതുമാകട്ടെ, പ്രയാസങ്ങളില്ലാത്ത മനുഷ്യരില്ല. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, സങ്കടങ്ങൾ അനുഭവിച്ചത് ആരാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരേ ഒരു മറുപടി, അത് ആരംഭപ്പൂവായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? പ്രവാചകന്മാരുടെ ഓരോ ജീവിതം എടുത്ത് പരിശോധിക്കും. അയ്യൂബ് നബിയുടെ ജീവിതം രോഗം കൊണ്ട് പരീക്ഷിച്ചു. ഇബ്രാഹിം നബി തീയിലേക്ക് വലിച്ചെറിഞ്ഞു. മൂസാ നബി നാട് കടത്തപ്പെട്ടു. ഈസാ നബി ആകാശത്ത് ഉയർത്തപ്പെട്ടു. അങ്ങനെ തുടങ്ങി ഏത് പ്രവാചകന്മാരുടെ ജീവിതം എടുത്താലും അവരുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും വല്ലാത്ത പ്രതിസന്ധികളുടെ പേമാരി തന്നെ അള്ളാഹു പെയ്തിറങ്ങിയിട്ടുണ്ട്. അതിനെല്ലാ ക്ഷമയോടെ, ഈമാന്റെ കരുത്തോടെ അവർ അതിജയിച്ചപ്പോഴാണ് അവർ അള്ളാഹുവിന് വേണ്ടപ്പെട്ടവരായത്. മുത്തുനബി തങ്ങൾ അള്ളാന്റെ റസൂലാണ്, പ്രവാചകന്മാരിൽ അഷ്റഫുൽ ഖൽഖ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാരുടെ നേതാവായ മുത്തുനബി തങ്ങൾക്ക് അല്ലാഹ് പരീക്ഷണത്തിന്റെ വലിയൊരു പാരാവാരത്തിന്റെ വലിയ ഒരു പർവ്വത സമാനമായ ജീവിതമാണ് നബിതങ്ങൾക്ക് പ്രയാസം കൊടുത്ത്. അവിടെയൊന്നും അള്ളാന്റെ റസൂല് തളർന്നില്ല. കാരണം എന്തേ? ഓരോ സ്വഹാബത്തിന്റെ ജീവിത ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ ബദറിൻ തീരം എന്ന ചാനൽ ഉണ്ടല്ലോ, നമുക്ക് മജ്ലിസാണ് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്ലിസ് ഉണ്ട്. ആ ബദറിൻ തീരത്തിൽ നമ്മൾ എല്ലാ ദിവസവും മഹാന്മാരുടെ ജീവിത ചരിത്രം പാടി പറയലാണ്. ഏകദേശം 100ഓളം വരുന്ന സ്വഹാബത്തിന്റെ ജീവിത ചരിത്രം ഇപ്പൊ തന്നെ പാടി പറഞ്ഞു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. പ്രവാചകന്മാരുടെ, മഹദികളുടെ, മഹാന്മാരുടെ ഒക്കെ ജീവിത ചരിത്രം പാട്ടിലൂടെ പാടി പറയുന്ന ഒരു മജ്ലിസാണ് ബദറിൻ തീരം എന്ന മജ്ലിസ്. ഞാൻ സന്ദർഭോചിതമായി ഉണർത്തിയെന്ന് മാത്രം. അതിലൂടെ എത്രയോ സ്വഹാബത്തിന്റെ ചരിത്രം നമ്മൾ കേട്ടവരാണ്. ചരിത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ബദറിൻ തീരം എന്ന മജ്ലിസ് ലൈവ് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി. ഒരു മജ്ലിസിന്റെ ഒരു ലിങ്ക് കാണാം, കുറേ ചരിത്രങ്ങൾ കാണാം. അള്ളാഹു കേൾക്കാൻ ഭാഗ്യം തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, പരീക്ഷണങ്ങൾ അള്ളാന്റെ പരിശുദ്ധമായ മുത്തുനബി തങ്ങൾ പറഞ്ഞ ദുനിയാവ് വിശ്വാസിക്ക് ഒരു ജയിലാണ്. ജയിലെന്ന് പറഞ്ഞാൽ പറന്നു നടക്കാൻ കഴിയില്ല. ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ നമ്മളൊരു മുറിക്കകത്ത് കയറി വാതിലടച്ചു എന്ന് വിചാരിക്കും. നമ്മൾ ഒരു മുറിക്കകത്ത് കയറി വാതിലടച്ചാൽ എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റൂലേ? അതിന് ഒരു ദിവസമായാലും 2 ദിവസമായാലും ഭക്ഷണമൊക്കെ അവിടെ ഉണ്ട്. ഭക്ഷണത്തിന്റെ വെള്ളത്തിന്റെ കാര്യം മാറ്റം നിർത്തി. നമ്മൾ ഒരു മുറിക്കകത്ത് കയറി വാതിലടച്ചാൽ എത്ര നേരം വേണമെങ്കിലും അതിനകത്ത് ഇരിക്കാൻ പറ്റും. പക്ഷേ നമ്മളെ കുറെ പേര്, അല്ലെങ്കിൽ നമ്മുടെ മക്കള്, നമ്മുടെ കൂടപ്പുറപ്പ് കൊണ്ടുവന്ന് പിടിച്ചു കെട്ടിക്കൊണ്ട് റൂമിലിട്ടിട്ട് പുറത്തൊന്ന് കുറ്റി ഒന്നകത്തൊന്ന് പുറത്ത്, പ്രശ്നമില്ല, കുറ്റിയിട്ടു എന്ന് വിചാരിക്കാം. നമുക്ക് 1 മിനിറ്റ് അതിനകത്ത് ഇരിക്കാൻ പറ്റും. ഒരു മിനിറ്റ് നമുക്ക് ഇരിക്കാൻ പറ്റും. പിന്നല്ലേ 1 മണിക്കൂർ. എന്താ വ്യത്യാസം? ഒരേ റൂം, ഒരേ വാതിൽ, ഒരേ കുറ്റി. ഒന്ന് അകത്തുനിന്നും ഒന്ന് പുറത്തുനിന്നും. ഒന്ന് നമ്മൾ സ്വയം ഇട്ടു, മറ്റൊന്ന് പുറത്തുനിന്നിട്ടു. രണ്ടും വ്യത്യാസമുണ്ട്. മറ്റുള്ളവർ അങ്ങനെ ഇടുമ്പോൾ നമ്മൾ തകർന്നു പോകും. പക്ഷേ അങ്ങനെ തളരാതിരിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിലൂടെ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്ന ഈ പറയുന്ന ദിക്ർ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. നിങ്ങൾ ഈ കമന്റ് ഒന്ന് പരിശോധിച്ചാൽ നമ്മൾ ഓരോ വീഡിയോയുടെ കമന്റിൽ ഒരുപാട് പ്രയാസങ്ങൾ പറയുന്നവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലവും എന്ത് വിഷമങ്ങളാണെന്ന് മാറ്റി കൊടുക്കട്ടെ. അതൊക്കെ നല്ലതാണ്. ദുആ വസിയത്ത് ചെയ്യൽ നല്ലതാണ്. അത് കേൾക്കും, പലരും
ഇവർക്ക് എല്ലാവർക്കും മറുപടി തരുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു പ്രയാസം വരുമ്പോൾ ചിലപ്പോൾ കടങ്ങളായിരിക്കാം, ചിലപ്പോൾ രോഗമായിരിക്കാം, ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കാം, ചിലപ്പോൾ മക്കള് വഴിതെറ്റി പോകലായിരിക്കാം, ഭർത്താവ് വഴിതെറ്റലായിരിക്കാം, എന്തുമാകട്ടെ എന്നെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, വാപ്പമാരെ, ശബ്ദയോടെ കേട്ട് ഏത് പ്രയാസമാണെങ്കിലും ഈ പറയുന്ന ദിക്ർ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം 100 വട്ടം ചൊല്ലണം. 100 വട്ടം ചൊല്ലിയിട്ട് നിങ്ങൾ ദ്വാരെന്നാൽ ചൊല്ലി തുടങ്ങുമ്പോൾ തന്നെ അനുഭവം നമ്മുടെ കൽബിൽ ആ ഒരു ഫീലിംഗ് നമുക്കുണ്ടാകുമെന്ന് മഹാരഥന്മാർ പറഞ്ഞ അത്ഭുതത്തിന്റെ ദിക്ർ. ഏതാണ് ആ ദിക്ർ? അതാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. പലരും ചൊല്ലുന്നതാണ്, ഒന്നുകൂടി കേട്ടോ. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. പടച്ചവനെ, നീ എന്നിലേക്ക് തരുന്ന ഓരോ കാര്യങ്ങളും നന്മയാക്കി തരണേ റബ്ബേ. ഞാൻ അതിലേക്ക് ആവശ്യക്കാരനാണ് പടച്ചവനെ. നന്മയായ ആവശ്യത്തിലേക്ക് ഞാൻ ആവശ്യക്കാരനാണ്. നീ അത് നന്മയാക്കി തരണമെന്ന് അർത്ഥം വരുന്ന ഈ ദുആ നിങ്ങൾ 100 വട്ടം പതിവാക്കിക്കൊള്ളുക. കടമുള്ളവരാണോ, പ്രയാസമുള്ളവരാണോ, പ്രതിസന്ധിയുള്ളവരാണോ, സങ്കടങ്ങളുടെ, നൊമ്പരങ്ങളുടെ, ആവലാദികളുടെ, വേവലാദികളുടെ പെടാപ്പാട് വിടുന്നവരാണോ, പേടിക്കണ്ട. ഈ ദിക്ർ കൽബിൽ തട്ടി. നിസ്കാരം മുടക്കരുത്, നിസ്കാരം കൃത്യമാക്കണം. നിസ്കാരമില്ല ദിക്ർ മാത്രം കൊണ്ട് രക്ഷയില്ല. നിസ്കരിക്കണം, ഒക്കെ ചെയ്യണം. അതിനോടൊപ്പം ഈ ദിക്ർ ഉമ്മമാരെ ഒരു 100 വട്ടം ചൊല്ലിയിട്ട് പടച്ചവന്റെ ദർബാറിൽ നിങ്ങളൊന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താൽ ഉറപ്പാണ്, ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ്, ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൽബിൽ ഒരു വല്ലാത്ത ഫീൽ അനുഭവപ്പെടുന്ന അത്ഭുതത്തിന്റെ മാസ്മരിക പവർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു അത്ഭുതത്തിന്റെ ദിക്റാണ്. അനുഭവിച്ചവരൊക്കെയും ഇത് പറയുന്നുണ്ട്. പലരും സങ്കടങ്ങളും നൊമ്പരങ്ങളൊക്കെ പറഞ്ഞ് പല ആവശ്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഇത് ചൊല്ലാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അൽഹംദുലില്ലാ, അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കൂട്ടത്തിൽ ദിക്ർ പറഞ്ഞു കൊടുത്തവർക്കൊക്കെയും വലിയ അനുഭവങ്ങൾ ഉണ്ടായതായി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ ഉറപ്പാണ്. ചൊല്ലുമ്പോൾ ഇപ്പൊ ഇന്ന് ചൊല്ലി നമുക്ക് മാറ്റം ഉണ്ടായില്ല, അത് നമ്മുടെ ഈമാന്റെ പ്രശ്നമാണെന്ന് കരുതുക. നമ്മൾ വീണ്ടും ചൊല്ലണം, ഇല്ലേ? നമ്മളിപ്പോൾ എത്രയോ ദ്വാരക്കാണ്, ദ്വാ ഉടനെ ഇജാബത്ത് കിട്ടും. നമുക്ക് അത്ര വലിയ ഈമാനൊന്നുമില്ല, നമ്മൾക്ക് ഈമാൻ കുറഞ്ഞവരാണ്, തഖ്വ കുറഞ്ഞവരാണ്. അള്ളാഹു നമുക്ക് ഈമാനും ഇസ്തിഖാമത്തും തഖ്വയൊക്കെ അധികരിപ്പിച്ച് തരട്ടെ. അതൊക്കെ ചൊല്ലിയ ഉടനെ കിട്ടുമെന്നുള്ള ഈമാനൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എവിടെയൊക്കെയോ. അതൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെ ആവർത്തിക്കുക. അള്ളാഹിലേക്ക് കൂടുതൽ ദിക്റുകളിലൂടെ അല്ലാതെ അടുക്കാൻ കഴിയില്ല. അള്ളാഹു ദിക്ർ ചെല്ലുന്ന നാവ് സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട നിധിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, വിശദീകരിക്കുന്നില്ല, ഞാൻ നീട്ടിപ്പറത്തി പറയണമില്ല. ഈ ദിക്റാണ് നമ്മൾ പഠിക്കാനുള്ളത്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ഇതൊരു 100 വട്ടം, ഏറ്റവും കുറഞ്ഞാട്ടോ. നമ്മുടെ ആവശ്യത്തിന്റെ ആഴമനുസരിച്ച് നമുക്ക് എത്രയാണ് അധികരിപ്പിക്കാം. 1000 ചൊല്ലണം, അത്രയേറെ പ്രതിസന്ധിയാണ്. 1000 വട്ടം ഇരുന്ന് ചൊല്ലിയിട്ട് ദ്വാരം നോക്കി ഉറപ്പാണ് അല്ലാഹ് തരും. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. അള്ളാഹു ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറ്റി തരട്ടെ. ഇൻഷാ അല്ലാഹ്. ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ ഒരു അറിവുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടാം. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രധാനിക്കുമാറാകട്ടെ. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ തന്നെ ഒരു ചാനലാണ്, ഒരു മജ്ലിസാണ്, ബദറിൻ തീരം എന്ന മജ്ലിസ്. തിബ്ബു സ്വലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറൊക്കെ ചൊല്ലുന്ന ഒരു മജ്ലിസാണ്. ഇൻഷാ അല്ലാഹ് ആ മജ്ലിസിൽ നിങ്ങൾ ഭാഗവാക്കാവുക. രാത്രി 9 മണിക്ക് ബദറിൻ തീരം യൂട്യൂബ് ചാനലിലാണ് ആ മജ്ലിസ്. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.